ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1.5 കപ്പ് ഇഞ്ചിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇഞ്ചി എടുക്കുന്നത് നമ്മുടെ തൊണ്ട് നന്നായി കഴുകിയിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കളയണം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടയ്ക്കണം. അങ്ങനെ എടുത്താണ്, ഒട്ടും വെള്ളം പാടില്ല ഇതിന്. അപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മിക്സി വലിയ ജാറാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഒരുമിച്ചിട്ടാണ് ഇപ്പോൾ അരക്കുന്നത്. ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ജാറിലേക്ക് ഇടാം. വെളുത്തുള്ളി അതുപോലെ ഇടാം. കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കാതെ അരക്കണം കേട്ടോ. വെള്ളം ഒട്ടും പാടില്ല. അതിൽ 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഓയിൽ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കരുത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇടുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ അരയില്ല, പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തൊരു കുപ്പികളിലേക്ക് പകർത്തി വയ്ക്കും. ഇത് 1 മാസം വരെ നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് ബോട്ടിലിൽ സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ. ഇത് 1 മാസം വരെ കേടുകൂടാതിരിക്കും. കേട് വരാതിരിക്കാനാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഓയിലും ചേർക്കണം നമ്മൾ. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം.